വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ആഹാര നിയന്ത്രണത്തിൻ്റെ വിജയം ഇരിക്കുന്നത് അല്ലെങ്കിൽ ആഹാര നിയന്ത്രണത്തിൻ്റെ വിജയം പ്രധാനമായിട്ടിരിക്കുന്നത് നിങ്ങൾ ഏത് ആഹാരം കഴിക്കുന്നു എന്നുള്ളതല്ല, ഏത് വ്യായാമം ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. അതായത് നാം ആത്മവിശ്വാസത്തോടു കൂടി, നാം വെൽ ഡിസിപ്ലിൻഡായി, ഒരു അനുസരണയോടുകൂടി, നാം കാര്യക്ഷമതയോടുകൂടി ഒരു പ്ലാൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യം കൈവരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ കൊണ്ട് പൂർണ്ണമായ ഒരു വിജയം കൈവരിക്കാനാവും. അപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകുക, വെൽ ഡിസിപ്ലിൻഡ് ആകാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത്. രണ്ടാമതായിട്ട് ഒരു ലോങ് ടേം ഗോൾ, അതായത് ഒരു മാസം കൊണ്ട് എൻ്റെ ഷുഗർ കുറയ്ക്കണം, 2 മാസം കൊണ്ട് എൻ്റെ തടി കുറയ്ക്കണം, അങ്ങനെയുള്ള ഒരു ചുവടെടുക്കാതിരിക്കുക. ചുവടെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 കൊല്ലം കൊണ്ട് എൻ്റെ തടി കുറയ്ക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മസിൽ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കാര്യക്ഷമമായ രീതിയിൽ ഊർജം കൂടുതൽ ചിലവാക്കുന്ന രീതിയിലുള്ള ജീവിതശൈലികൾ പിന്തുടരണം. പക്ഷേ അത് വളരെ കുറച്ച് നാളത്തേക്കല്ല, കുറേ നാളുകൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കണം. ഒരു എളുപ്പമാർഗം 1 കൊല്ലത്തേക്ക്, 1 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ ആരോഗ്യം ഞാൻ കാത്തു സൂക്ഷിക്കും, അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യും. 1 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥ, എൻ്റെ ആരോഗ്യപരമായ ഒരവസ്ഥ നിങ്ങൾ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. മനസ്സിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്ത് എത്താൻ പറ്റൂ. അടുത്തതായി എനിക്ക് സൂചിപ്പിക്കേണ്ട കാര്യം, നാം നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കുക. ലക്ഷ്യം ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രോഗിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ച് വയ്ക്കുക എന്നുള്ള ലക്ഷ്യമാകരുത് നിങ്ങളുടേത്. അതിനേക്കാൾ ഉപരി, ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, ഡയബറ്റീസ് ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ ആകണം. അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചത് കൊണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. മരുന്നും കഴിച്ചോ, ഇൻസുലിനും എടുത്തോ, ആഹാരവും നിയന്ത്രിച്ചോ, ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫാസ്റ്റിക്കും പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർസും നോർമലായി കണ്ട ഉടനെ ഒഴിവാക്കേണ്ടതല്ല ഡയറ്റും ന്യൂട്രീഷനും വ്യായാമ മുറകളും എന്നുള്ളതാണ് ഞാൻ ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്.